ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ ഇതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടനോടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ചിക്കനിലും മട്ടനിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ടേ. അപ്പോൾ ഇതാ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല വലുപ്പമുള്ള ബീഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പീസില്ലേ അങ്ങനെയാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല നെയ്യും കുറച്ച് എല്ലും അവിടെ കുറച്ച് എല്ലും ഒക്കെ വരുന്ന പീസാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ നമ്മൾക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബീഫെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോൻ്റെ താഴെ ഒരു 3/4 കിലോ ഒരു 3 കപ്പ് കിട്ടാം അത്രയും റൈസാണ്. അതുപോലെ തന്നെ 3/4 കിലോ ബീഫുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അളവിന് അതിനനുസരിച്ച് എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ 1 ടീസ്പൂൺ അത്രയും മതിയാവും കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മട്ടൺ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചിക്കൻ ആണെങ്കിൽ ഇതിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിലേക്ക് ഞാനിതുവരെ മന്തിയിലേക്ക് മന്തി മസാല യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതിലേക്ക് നമുക്ക് മന്തി മസാല വേണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ മന്തി മസാലേൻ്റെ റെസിപ്പി കാണിച്ചു തരാം. നല്ല കിടിലൻ മന്തി മസാലയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് മുഴുവൻ മല്ലിയില്ലേ അതൊരു 2 ടേബിൾ സ്പൂൺ കേട്ടോ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കുരുമുളകില്ലേ മുഴുവനെയുള്ള കുരുമുളക് അത് 1 ടേബിൾ സ്പൂൺ കേട്ടോ. നിങ്ങൾ മന്തി മസാല ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ, വീട്ടിലുണ്ടാക്കണം എന്നില്ല. പക്ഷേ മന്തി മസാലക്കൊക്കെ നല്ല റേറ്റാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നല്ല ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഇത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകല്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 കഷ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 5 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഏലക്ക എടുക്കുക. ഈ ഒരു അളവിലേക്കാണ് ഞാനെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ, എല്ലാം വ്യത്യാസപ്പെടുത്താം. പിന്നെ നമ്മളെ തക്കോലം അത് 1 കഷ്ണം. ഇതൊക്കെ എന്തായാലും ഈ പറഞ്ഞ എല്ലാം ചേർത്ത് കൊടുക്കണേ. തക്കോലത്തിൻ്റെ ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ജാതിക്കയില്ല, ജാതിക്കേൻ്റെ അതിൻ്റെ ഉള്ളത് ഷെല്ല് കളഞ്ഞിട്ട് കുരു എടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗം അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ഭാഗത്തിൻ്റെ താഴെ ആയാലും കുഴപ്പമില്ല, കൂടിപ്പോകരുത്. പിന്നെ നിങ്ങളടുത്ത് ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണേ. ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്തോ, എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇനി ഇതൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഒരു പാനിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഓയിലൊന്നും ഒഴിക്കാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഇങ്ങനെ കളർ ചേഞ്ച് ഒന്നും ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മുടെ ചെറിയ ജീരൊക്കെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് ഞാനൊരു കാര്യം മറന്നുപോയി. നമ്മൾ ഡ്രൈ ലെമൺ ഇല്ലേ, ഉണക്ക നാരങ്ങ, അത് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും പൊടിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവുക. അപ്പോൾ നിങ്ങൾ പൊടിക്കുന്നതിന് മുമ്പ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ആ ഒരു സമയത്ത് ഇതും കൂടി ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യുക. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും, അതങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ, ഇല്ലെങ്കിൽ മസാലയ്ക്ക് കയ്പ്പ് ടേസ്റ്റ് വരുവേ. എന്നിട്ട് ഞാനിപ്പോൾ അത് പൊളിച്ചെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ടിട്ട് അതിലിട്ടിട്ട് ഒന്നുകൂടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ. ജസ്റ്റ് ചൂടാക്കിയതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂണാണേ. ഇനി ബാക്കിയുള്ള മസാല നമുക്കൊരു എയർ ടൈറ്റ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുറേ നാൾ നമുക്കിത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെർഫെക്റ്റ് മന്തി മസാലയാണ് കേട്ടോ. പിന്നെ മന്തി മസാലയിൽ ചിലർ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ അത് എക്സ്ട്രാ ചേർക്കുന്നതുകൊണ്ട് ഞാനത് അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുമല്ലോ എന്തായാലും, അപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഒരുപാട് കളറായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 1/4 ടീസ്പൂണെല്ലാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് ഏത് ടൈപ്പ് മുളക് പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ബീഫ് മസാലയില്ലേ, മീറ്റ് മസാല, അത് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മറന്നു പോകരുത്. ഇനി കുറച്ച് ഐറ്റംസ്, മല്ലിയില, പുതിനയില, നമ്മളെ ക്യാപ്സിക്കം ചെറുതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നിങ്ങളൊരു 3/4 ഭാഗം എടുത്താൽ മതി കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഒരു കൈപ്പിടി എടുത്തിട്ട് അത് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി പുതിനയില മതി കേട്ടോ, അതും കൂടെ കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതിൽ ചേർക്കുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾ മാറ്റം വരുത്തരുത് കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം. 1 പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക, ഒരെണ്ണം മതി കേട്ടോ.
അപ്പോൾ ഒരെണ്ണം നിങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള മന്തി ഒക്കെ ഉണ്ട്, നിങ്ങൾ സക്സസ് ആക്കിയിട്ടുള്ള മന്തിയൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു മന്തിയാണ് കേട്ടോ. അത് വെറൈറ്റി മന്തി തന്നെയാണ് കേട്ടോ. രണ്ടും നോക്കുകയാണെങ്കിൽ ഒരേ രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റും, അത്രയും ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു മന്തിക്കും. ബീഫിന് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ, നമ്മൾ സാധാ മന്തിയിലൊക്കെ എടുക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കുക. ബീഫിൽ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കുറക്കാവുന്നതാണ് കേട്ടോ. ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു ഹാഫ് ബൗളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ആ ബീഫിലേക്ക് നന്നായിട്ട് ഞെരടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കുക. ഉപ്പ് കൂടിപ്പോണ്ട കേട്ടോ, കാരണം നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമായതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഞാൻ കൈവച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബീഫാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യാം, മട്ടൺ ആണെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. വേവിക്കാൻ ഉണ്ടാവുമല്ലോ, അത് വേവ് ഉണ്ടാവുമല്ലോ. ചിക്കൻ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഇതാ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇതുപോലെ ഒരുപാടൊക്കെ ചേർത്ത് കൊടുക്കണ്ട, ഒരു ഗ്ലാസ്സൊക്കെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, കുക്കർ അടച്ച് വെച്ചിട്ട് ഇപ്പം മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും അത് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ വേവിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ റൈസ് ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കും, അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട, വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കും, അത്ര തന്നെ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ആ ഒരു നമുക്ക് ടൈമുണ്ട് കേട്ടോ, ബീഫ് വേവുന്ന ടൈമുണ്ട്. അതിലേക്കൊരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കുക, ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക, കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ മുഴുവനെയുള്ള മല്ലി ഒരു 1/2 ടീസ്പൂണ്, കുരുമുളക് 1/2 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ്, ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുക ഒരെണ്ണം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കയറ്റി നിൽക്കുന്ന രീതിയിൽ, കാരണം നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. 1-2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് മന്തിക്കൊക്കെ എടുക്കുന്ന ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ആണ് കേട്ടോ. നിങ്ങൾ സെല്ല റൈസ്, വൈറ്റ് റൈസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വേവ് അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഇത് ഒരു 3/4 മണിക്കൂറോളം നമുക്ക്, അതായത് 1 മണിക്കൂറോളം തന്നെ ഈ ഗോൾഡ് റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ അത് വറുത്ത് ഊറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ വൈറ്റ് റൈസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു 10-15 മിനിറ്റ് മതിയോ, മാക്സിമം 20 മിനിറ്റ്, അതിൽ കൂടുതലാവരുത് കേട്ടോ. എന്നിട്ട് വേവും അതിന് കണക്കാക്കിയിട്ട് എടുക്കുക. ഇനി ഇത് വെന്ത് വരട്ടെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വൈറ്റ് റൈസൊക്കെ ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ പകുതി വേവാക്കിയാൽ മതി കേട്ടോ, അത് മറന്നു പോകരുത്. ഇതിപ്പോൾ ഗോൾഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ 1/4 ഭാഗം വരെ വേവിച്ചെടുക്കുന്നുണ്ട്. അതാണ് ആ റൈസിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇത് അടുപ്പിലാണ് വേവിക്കുന്നത്, കുക്കറിലൊന്നും വെക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ റൈസ് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. ബീഫ് വെന്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കടായിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഊറ്റിയെടുത്തുള്ള റൈസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി, സെയിം മസാലയിൽ. അപ്പോൾ ഇതാ നമ്മളെ കുക്കറൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു, എയറൊക്കെ പോയി, ബീഫൊക്കെ നല്ല കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ, ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഞാനത് ആ ഒരു ബീഫും ഗ്രേവിയും അതിൽ വെച്ചിട്ട് വെള്ളം ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനാണേ. അടുപ്പിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇതേ പ്രോസസ്സ് ഞാൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്, 1/4 ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് റൈസ് ആയതുകൊണ്ടാണ്. വൈറ്റ് റൈസ് ആണെങ്കിൽ പകുതി വേവിച്ചെടുത്താൽ മതിയേ. ബാക്കി നമ്മൾ കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോൾ വെന്ത് വന്നോളും. ഇതൊന്ന് ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കട്ടെ. ഇനി നമ്മൾ സാധാ മന്തിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുക്കറിൻ്റെ മുകളിലേക്ക് ആ ഒരു മസാലയല്ലേ, ബീഫിൻ്റെ മസാല, അതിൻ്റെ മുകളിലേക്ക് റൈസ് മുഴുവനായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തന്നെ നിങ്ങൾ പാനിലും ചെയ്യുകയാണെങ്കിൽ ബിരിയാണി പോട്ടിലേക്ക് എന്തിലേക്കെങ്കിലും മസാലേൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ മസാല പെരക്കിയില്ലേ, ആ ബീഫൊക്കെ മസാല പെരക്കി വെച്ചില്ലേ, അത് അങ്ങനെ നിങ്ങൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഇതുപോലെ റൈസ് വേവിച്ചിട്ട് നേരെ ഇതുപോലെ ഇങ്ങനെ
റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ സ്പെഷ്യലായിട്ട് വേവിക്കരുത് കേട്ടോ. ഈ റൈസ് ഒരു വിസിലടിച്ച് കിട്ടുമ്പോൾ തന്നെ ആ ഒരു ചിക്കനും റൈസും എല്ലാം വെന്ത് കിട്ടും. ചിക്കൻ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ റൈസ് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതിന് അതിനനുസരിച്ച് ട്രൈ ആക്കുക കേട്ടോ, മറന്നു പോകണ്ട. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ റൈസ് മുഴുവനായിട്ട് തന്നെ ഞാൻ നമ്മുടെ മസാലേൻ്റെ ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് നിങ്ങൾക്കൊരു 4-5 മുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു സ്മോക്ക് കൊടുക്കണം, ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അങ്ങനെയോ ഒക്കെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്കില്ലേ അതിതാ ഇതുപോലെ കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് പേടിക്കൊന്നും വേണ്ട, നമ്മൾ ബീഫ് മസാല ഒന്നും അടിക്കും പിടിക്കില്ല. അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറൊക്കെ റൈസിന് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ആ വെള്ളം നമ്മൾ വിസിലടിച്ച് എയറെല്ലാം പോയി ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ വെള്ളമൊന്നും അതിലുണ്ടാവില്ല കേട്ടോ, ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു സ്മോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാലും കുഴപ്പമില്ല. ഇനി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ അങ്ങ് ഓഫാക്കിയാലും കുഴപ്പമില്ല. എയറെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ വിസിലൊക്കെ വരട്ടെ. ആ ഒരു സമയം കൂടെ നമ്മുടെ മന്തീൻ്റെ സൈഡായിട്ട് ഞാൻ 2 ഐറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റുള്ള 2 സംഭവങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ തടുക്കപ്പാനില്ലേ ചെറുത് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, ഇതിലേക്ക് ഓയിൽ തന്നെ എടുക്കാം. വെളിച്ചെണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എല്ലാത്തിലേക്കും വെളിച്ചെണ്ണ യൂസ് ആക്കുള്ളൂ എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ആക്കി കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക നമുക്ക് ഓയിലാണ് കേട്ടോ. ഈ മന്തീൻ്റെ ഇങ്ങനത്തെ ഐറ്റത്തിനൊക്കെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ടോ കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ക്രഷ് ചെയ്ത് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ഞാനൊരു 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. എന്നാൽ ഒരു ഗോൾഡൻ കളറിലേക്കോ അങ്ങനൊന്നും മാറേണ്ട കാര്യമില്ല. ആ ഒരു എണ്ണയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണം കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാനൊന്ന് ഓണാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴും ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്ലെയിമിൽ നിന്ന് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ഇടലും കരിഞ്ഞ് കയ്പ്പ് ടേസ്റ്റ് അടിക്കും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തോ, കാരണം എണ്ണ എന്തായാലും ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കിടന്ന് തന്നെ അത് റോസ്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, ഇല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വരിക. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ആ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു വന്ന സമയത്ത് ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എത്രയാണോ ഇടിപ്പ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ കേട്ടോ, ആ എണ്ണയിൽ അതെല്ലാം കൂടെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കും, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇത്രയും ചെയ്തത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാവില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ എത്രയാണോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ എരിവ് പുളി അതിനൊക്കെ അനുസരിച്ചാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇനിയും ക്വാണ്ടിറ്റി ഇത് കൂടി വരും കേട്ടോ. നമ്മൾ ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ വിനാഗിരിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ തിളപ്പിക്കുന്നുണ്ടല്ലോ, അത് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് മുളക് പൊടി ആയതുകൊണ്ട് ടൈറ്റായിട്ട് വരും കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്താണോ കുറവ് കൂടുതൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളം ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലൊരു ഡിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ നമ്മളെ കാശ്മീരി ചില്ലി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റാണ്. രണ്ടായാലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് മധുരവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഉപ്പെല്ലാം ആവശ്യത്തിനാക്കി കൊടുക്കുക. വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരും ഇഷ്ടമല്ലേ, ചിലർക്ക് പുളിപ്പ് കൂടുതൽ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് മധുരമുള്ളതായിരിക്കും ഇഷ്ടം. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് സാധാ വെള്ളം ഒഴിച്ചിട്ട്
റെഡിയാക്കിയിട്ട് എടുക്കുക. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീണ്ടും തിക്കാവുകയാണെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഒരാഴ്ച പുറത്ത് വെക്കുക. ബാക്കി നിങ്ങൾക്ക് ഒരു മാസം വരെ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ ബോട്ടിലാക്കിയിട്ട് അടച്ച് വെച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മൾ അച്ചാർ പോലെ നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാണ് കേട്ടോ തണുത്തതിന് ശേഷം. അപ്പോൾ അതവിടെ തണുക്കട്ടെ. ഇനി വേറൊരു പാനിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂൺ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ മാങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറയെ നമ്മുടെ പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളക് അത്രയും എടുത്തിട്ടുണ്ട്. പുതിന നിങ്ങൾ വേണമെങ്കിലില്ലേ കുറച്ചുകൂടെ കുറച്ചുകൂടി ഇതിൻ്റെ ഡബിൾ എടുക്കണം കേട്ടോ. കാര്യം എൻ്റെ അടുത്ത് തീർന്നു പോയി, നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറേ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പറിച്ചെടുത്തപ്പോൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പോൾ ഇതിൻ്റെ ഡബിൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. മറന്നു പോകണ്ട നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, എന്നാലാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ഡിപ്പാണ് കേട്ടോ. ഞാൻ ബിരിയാണിയിലേക്കും മന്തിയിലേക്കൊക്കെ ഉണ്ടാക്കുന്നൊരു ഡിപ്പാണ്. കിടിലൻ ടേസ്റ്റ് ആട്ടോ. നമുക്കിപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് കിട്ടുന്നില്ലേ, അപ്പോൾ മാങ്ങ വെച്ചിട്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യത്തെ നമ്മുടെ മന്തീൻ്റെ പെരുന്നാൾ സ്പെഷ്യൽ ഡിപ്പ് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാവണം കേട്ടോ, കുക്കാവണം. ഒരുപാടല്ല, കുറച്ച് സമയം ഒന്ന് വാടി വരട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുന്ന സമയത്തെ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങ ജസ്റ്റ് ഇത് കണ്ടോ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ അലിഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. അത് പെട്ടെന്ന് കളർ ചേഞ്ച് ആയി വരുമല്ലോ, മാങ്ങയല്ലേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ മാങ്ങേൻ്റെ പുളിക്കനുസരിച്ചാണ്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇത് പുളി ഉള്ള ഐറ്റമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണൊക്കെ മതിയാവും. അല്ല പുളിപ്പ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മളെ 2 ഡിപ്പും റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിയുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മന്തി ബിരിയാണിക്കൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ പുളി, ഉപ്പ്, മധുരം അതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ട് എടുക്കാം. മാങ്ങേൻ്റെതും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല പുളിപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ, ഇല്ലെങ്കിൽ മധുരമൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ട് എടുക്കാം. മിൻറ്റ് കുറച്ച് കൂടുതൽ ഡബിൾ അളവിൽ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. കഴിഞ്ഞ ഇതിന് ഞാൻ നമ്മൾ ആ മുളകിൻ്റെ ഡിപ്പ് കാണിച്ച സമയത്ത് അതിൻ്റെ റെസിപ്പി പറയുമോ കാണിക്കുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിൽ ഇതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ എന്തായാലും മറന്നുപോലെ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് നേരത്തെ മന്തി റെസിപ്പി തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ സ്പെഷ്യൽ ഉണ്ടാക്കുന്നവർക്ക് ഫ്രൈഡേ ഇത് ട്രൈ ആക്കി നോക്കാം, അല്ലെങ്കിൽ സൺഡേ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങൾ പെരുന്നാളിൽ ട്രൈ ആക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂടുതൽ അളവിൽ നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഇല്ല എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നവരാണെങ്കിൽ, ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ അന്ന് തന്നെ ഉണ്ടാക്കിയാലും മതിയേ. അപ്പോൾ ഇതാ നമ്മളെ മന്തിയെല്ലാം റൈസെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എയറെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം കേട്ടോ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയത്. എയറെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട, കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ ഇതാ ഇനി ഞാനൊരു നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് മന്തി എപ്പോഴും നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ബിരിയാണി പോലല്ല, ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാ ഭാഗത്തേക്കും പോവാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പൂ പോലത്തെ റൈസാണ് നമുക്ക് കിട്ടി. എന്നാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ വേവ് കൂടിയോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. റൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 റൈസും ഏത് രീതിയിലാണ്, ബസ്മതി റൈസ് ആയാലും ഏത് രീതിയിലാണ് വെക്കുക എന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസും കിട്ടും കേട്ടോ. അടുപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂറോളം നമ്മൾ കാരണം അത്രയും വെള്ളമൊക്കെ നമ്മൾ അതിൽ ഒഴിക്കുന്ന നേരം എന്തായാലും അടിയിൽ പിടിക്കുകയൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അടിയിൽ കുറച്ച് സമയം 1/2 മണിക്കൂറൊക്കെ ഡയറക്റ്റ് വെച്ചിട്ട് പിന്നെ അടിയിൽ എന്തെങ്കിലും ഒരു ദോശപ്പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 1 മണിക്കൂറോളം ദം കൊടുത്താൽ നല്ല സോഫ്റ്റ് റൈസ് നിങ്ങൾക്ക് അടുപ്പിൽ തന്നെ, കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്താലും മതി കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് നിങ്ങൾ വേവിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ഭയങ്കര അലിഞ്ഞു പോണ പോലെ വേവിക്കരുത്, കറക്റ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഒരു വിസിലും കൂടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ബീഫൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് വേവാണ് കേട്ടോ. റൈസ് ആണെങ്കിലും നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതില്ലേ ആ ഒരു
എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നിയ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ കിട്ടിലും ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ ഇതുവരെ കുറേ റൈസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പി തന്നെയാണ് കേട്ടത്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനോ എപ്പോഴായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ മന്തി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കറക്റ്റ് ടേസ്റ്റും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇത് ബീഫിൽ മാത്രമല്ല, അതേപോലെ മട്ടനിലും അതുപോലെ തന്നെ ചിക്കനിലായാലും ഒക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും മറന്നു പോകണ്ട. പിന്നെ നമ്മൾ ചിക്കനിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. ചിക്കനിൽ മസാല പെരക്കിയതിന് ശേഷം നമ്മൾ വെക്കൂലേ, അതായത് അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത്, റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ സാദാ വെള്ളം ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വരെ ആ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ റൈസ് ഊറ്റിയെടുക്കുന്ന ആ ഒരു വെള്ളമല്ലേ, ആ വെള്ളം ഒരു ഗ്ലാസ്സോളം വേണമെങ്കിൽ റൈസിൻ്റെ മുകളിലേക്ക്, ഞാൻ ആ മസാല വെള്ളം ആ ഒരു ബീഫ് സ്റ്റോക്ക് ഒഴിച്ച പോലെ നിങ്ങൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടിപ്പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ചൂടാട്ടോ, നല്ല ചൂടാണ്. നമുക്ക് ബീഫൊന്നും തൊടാനേ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മന്തിയൊക്കെ നല്ല ചൂടോടെ കഴിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബീഫൊക്കെ കണ്ട നല്ല നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അത്രയും നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ ബീഫൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. റൈസാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നല്ല സോഫ്റ്റ് റൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് റൈസിലിങ്ങനെ ഭയങ്കര കളറും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു നല്ല സ്റ്റാൻഡേർഡ് കളറൊക്കെയാണ് കേട്ടോ നമ്മൾ റൈസ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ആ ബീഫിൻ്റെ ഒക്കെ നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഞാൻ മുന്നേ മന്തി റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന മന്തി. അത് ഭയങ്കര ഈസി മന്തി തന്നെയാണ്. പക്ഷേ അത് വേറെ തന്നെ ടേസ്റ്റാണ്. ഇത് വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു 2 ഡിപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ടും ഞാൻ ടേസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഇതും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇതും നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കാം, മറന്നു പോകരുത്. നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ എഴുതി അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ ഇത് സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.